ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന 7-ാം ദിവസം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ ഇടയ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധിയായ കന്യകാമറിയമേ, ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുക വഴി ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ. ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും. ഇവിടെ നമ്മുടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക. ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവ മഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫാത്തിമ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല റാണി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയത്തിൻ്റെ 4-ാം വെളിപ്പെടുത്തൽ. അന്ന് ലൂസിയയും ജസീന്തയും ഫ്രാൻസിസ്കോയും അവരോടൊപ്പം 15,000-നും മേലെ ആളുകളും അവിടെ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ കുട്ടികൾക്ക് മാത്രമേ ഇത്തവണയും സ്ത്രീരൂപത്തെ കാണാനും കേൾക്കാനും സാധിച്ചിരുന്നുള്ളൂ. ലൂസിയ ചോദിച്ചു, നീ ഞങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? സ്ത്രീ മറുപടി നൽകി, നിങ്ങൾ 13-ാം തീയതികളിൽ കോവ ദ ഇറിയയിൽ പോകുന്നത് തുടരണം. കഴിയാവുന്ന അത്രയുമധികം ജപമാലകൾ ഇനിയും ചൊല്ലണം. അവസാന മാസം ഞാൻ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരും എന്നിൽ വിശ്വസിക്കുന്നതിനു വേണ്ടി ഒരു വലിയ അടയാളം ഞാൻ കാണിക്കും. ദിവ്യ ഉണ്ണിയെ കൈകളിൽ ഏന്തി ലോകത്തിന് സമാധാനം നൽകാൻ വിശുദ്ധ യൗസേപ്പും എല്ലാവരെയും അനുഗ്രഹിക്കാൻ നമ്മുടെ കർത്താവും പൂക്കളാൽ ചുറ്റപ്പെട്ട് 2 മാലാഖമാരാൽ പരിശുദ്ധ കന്യാകുമാരിയും ആനയിക്കപ്പെടും. ലൂസിയ ചോദിച്ചു, കോവ ദ ഇറിയയിൽ ആളുകൾ ഇപ്പോൾ കൊണ്ടുവരുന്ന പണം കൊണ്ട് എന്തു ചെയ്യണം? സ്ത്രീ പറഞ്ഞു, നിങ്ങൾ 2 പാത്രങ്ങൾ തയ്യാറാക്കണം. ഒന്ന് ലൂസിയയും ജസിന്തയും മറ്റു 2 പെൺകുട്ടികൾ ചേർന്ന് പിടിക്കണം. നിങ്ങൾ എല്ലാവരും വെളുത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത്. മറ്റേ പാത്രം ഫ്രാൻസിസ്കോയും വേറെ 3 ആൺകുട്ടികളും വെളുത്ത വസ്ത്രം ധരിച്ചു കൈകളിൽ ഏന്തണം. അന്ന് ലഭിക്കുന്ന പണം ജപമാല റാണിയുടെ തിരുനാൾ ആഘോഷിക്കുവാനായി ഉപയോഗിക്കണം. ബാക്കി വരുന്ന പണം നിങ്ങൾ ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുവാനായി വിനിയോഗിക്കണം. ലൂസിയ പറഞ്ഞു, നീ ഇവിടെ കുറച്ച് രോഗികളെ സുഖപ്പെടുത്തണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീ പറഞ്ഞു, ഉറപ്പായും ഞാൻ ഈ വർഷത്തിൽ കുറേ രോഗികളെ സുഖപ്പെടുത്തും. തുടർന്ന് ഏറെ ദുഃഖാർത്തരായി സ്ത്രീ തുടർന്നു, പ്രാർത്ഥിക്കുക, ഏറെ പ്രാർത്ഥിക്കുക. പാപികൾക്കു വേണ്ടി ദൈവത്തിനു മുമ്പിൽ സഹനങ്ങൾ ഏറ്റെടുക്കുക. കാരണം ആരും സഹനങ്ങൾ ഏറ്റെടുക്കുകയാകയാൽ
വളരെ ഏറെ ആത്മാക്കൾ ഇതാ നരകത്തിലേക്ക് വീണു പോകുന്നു. ഇത്രയും പറഞ്ഞ് സ്ത്രീ അപ്രത്യക്ഷയായി. സുകൃത ജപം. സതുപദേശത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.